നമ്മുടെ ബിസിനസ് പുരോഗതി പ്രാപിക്കും. അപ്പോ സ്വാഭാവികമായും പാൽപ്പൊടിയുടെ പ്രൊഡക്ഷനും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. നഷ്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ് പെട്ടെന്ന് ലാഭത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. കൺഗ്രാറ്റുലേഷൻസ് ദേവി ചേച്ചി. ഈ ഐഡിയ ഉറപ്പായും വിജയിക്കും. നമുക്ക് വീണ്ടും മാർക്കറ്റ് പിടിച്ചെടുക്കാനും സാധിക്കും. ബിസിനസ് ലാഭത്തിലും ആവും. അതിന് യാതൊരു സംശയവും വേണ്ട. ബിസിനസ്സിലെ വലിയൊരു പ്രശ്നത്തെ ഒരു സ്പൂൺ കൊണ്ട് എത്ര ലളിതമായ ദേവിക പരിഹരിച്ച്. ദേവികയുടെ ബുദ്ധിയെ സമ്മതിക്കണം. നമുക്കാർക്കും ഇങ്ങനെ ഒരു ആശയം തോന്നിയില്ലല്ലോ. കസ്റ്റമേഴ്സ് ആണ് രാജാക്കന്മാര്. നമ്മൾ അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്താൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കലും കസ്റ്റമേഴ്സ് തിരസ്കരിക്കില്ല. അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഇത്രയധികം ബിസിനസ് ഐഡിയകളുള്ള ദേവിക ഒരിക്കലും ഈ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ദേവിക ഓഫീസിലേക്ക് വരണം. ഓഫീസിന്റെയും നമ്മുടെ കമ്പനിയുടെയും ഉത്തരവാദിത്വം ദേവിക ഏറ്റെടുക്കണം. അയ്യോ സർ, അത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഞാനാണ് പറയുന്നത്. അതെ, അത് മതി. ബിസിനസ്സിൽ ഇത്ര ഉൾക്കാഴ്ചയുള്ള ദേവിക നമ്മുടെ ബിസിനസ്സിനൊരു മുതൽക്കൂട്ട. അത് ഞങ്ങൾക്ക് പാഴാക്കാൻ പറ്റില്ല. നാളെ മുതൽ ദേവിക ഓഫീസിലേക്ക് വരണം. അതെ ചേച്ചി, നാളെ മുതൽ ചേച്ചി ഓഫീസിലേക്ക് വരണം. അത് അതെ, വന്നാ മാത്രം പോരാ. ഇതുപോലുള്ള ഐഡിയകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും വേണം. ദേവിക ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയ സിദ്ധുവിന്റെ കാര്യങ്ങൾ പിന്നെ ആരാ നോക്കുന്നത്? സിദ്ധുവും ദേവികയുടെ കൂടെ ഓഫീസിൽ പോട്ടെ. അപ്പൊ ആ വിഷയത്തിന് പരിഹാരമാവുമല്ലോ. അവളെ വീട്ടിലിരുത്ത നമ്മൾ സകല പണികളും ഒപ്പിച്ചെങ്കിലും ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞ് പാളീസായി പോയില്ലേ? ഇപ്പൊ ദേവിക്ക് അവളുടെ ഇഷ്ടാനുസരണം പുറത്തു പോകാനും അവളുടേതായ രീതിയിൽ എല്ലാ തോന്നിവാസങ്ങളും നടത്താനുള്ള അവസരമല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ അവൾക്ക് അന്ന് നമ്മൾ ഏർപ്പെടുത്തിയ ഗുണ്ടകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞു. അവളിന്റെ ഓഫീസിൽ സ്ഥിരമായി പോയി തുടങ്ങിയ നമ്മളെ കുറിച്ച് മറ്റാർക്കും അറിയാത്ത പലതും അവൾ അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവൾ എന്തെങ്കിലും അറിഞ്ഞ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് അവൾ മനസ്സിലാക്കിയ ഒരിക്കലും പുറത്തേക്ക് വരാൻ സാധ്യതയില്ലാത്ത ഒരു ചക്രവ്യൂഹത്തിലായിരിക്കും നമ്മൾ പെടുന്നത്. നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ ചതി ഒപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദേവിക വന്ന ശേഷം മഹേഷിന്റെ സ്വഭാവം അപ്പാടെ മാറി. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കിനി എന്ത് ചെയ്യാനാവും? അതേക്കുറിച്ച് ചിന്തിക്കേ. ടെൻഷൻ കാരണം എന്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുക. ഇപ്പൊ ചിന്തിച്ച ഒരു ഐഡിയയും വരില്ല ഏട്ടാ. നീ പോയി അഞ്ജിനെ വിളിച്ചിട്ടോ? അല്ല, അവളെ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? കാര്യമുണ്ട്. ഇനി ദേവിയെക്കെതിരെയുള്ള നമ്മളുടെ പോര് നമ്മൾ നടത്തുന്നത് അഞ്ജിതയെ മുൻനിർത്തി ആയിരിക്കണം. ഹരിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ പോയി അവളെ വിളിച്ചിട്ടോ, എന്നിട്ട് പറയാം. ചെല്ല്. കൺഗ്രാറ്റുലേഷൻസ് മാഡം. താങ്ക് യു. ആ, എന്റെ മരുമകളെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ.
ഇന്നു മുതൽ സിദ്ധുവിന് പകരം ദേവികയായിരിക്കും ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ദേവികയുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കണം ഇനിയുള്ള ഓഫീസിന്റെ പ്രവർത്തനം. എല്ലാ കാര്യങ്ങളിലും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ദേവികയായിരിക്കും. എല്ലാ ഫയലുകളും ദേവിക വെരിഫൈ ചെയ്ത് ഒപ്പുവെച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. ഋഷി, ദേവികയെ സിദ്ധുവിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകും. ശരി ചേച്ചി, എന്നാ വാ. ചെല്ലുവാണ്. ചേച്ചി, ഇതാണ് സിദ്ധുവേട്ടൻ ഉപയോഗിച്ചിരുന്ന ചെയർ. ഇനി മുതൽ ഇതിൽ ചേച്ചി ഇരിക്കേണ്ടത്. ചേച്ചി ഇതിലേക്ക് ഇരുന്നോളൂ. അല്ല അല്ല ഞാൻ ഇതിലിരിക്കുക ചേച്ചി. ചേച്ചിയുടെ പൊസിഷൻ അനുസരിച്ച് ഈ കസേരയിൽ ഇരിക്കേണ്ടത് ചേച്ചിയാ. ചേച്ചി ഇരിക്കേ. ചേച്ചി ചേച്ചി ഇരിക്കുമല്ലാകെ. ഋഷി അഭിഷേകും എത്ര നേരമായിട്ട് പറയാ? മലകിരിക്ക്. ഇരിക്കുമല്ലാകെ. ഇനി ആലോചിക്കൊന്നുമില്ല. വാ. ചേച്ചി, ഇത് നമ്മുടെ കമ്പനിയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ഫയലുകളാണ്. ചേച്ചി ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം.